ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് റേഷൻ കടയുടെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ്സുമായിട്ടാണ്. ഒന്ന്, റേഷൻ കട വഴി കിറ്റ് വിതരണമുണ്ട്. അതുതന്നെ ആദ്യം തന്നെ എല്ലാവരും ഓണക്കിറ്റ് വിതരണമുണ്ട്. അതുതന്നെ ആദ്യം തന്നെ എല്ലാവരെയും അറിയിക്കട്ടെ. അതിൻ്റെ ഡീറ്റെയിൽസ്, എന്തൊക്കെ ഐറ്റങ്ങളാണുള്ളത്, എന്താ പറയുക, പായസ കിറ്റുണ്ടോ, ശർക്കര വരട്ടി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ലിസ്റ്റ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണാൻ ശ്രദ്ധിക്കുക. ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് റേഷൻ കടകൾ വഴി ഇനി റാഗിയും കൊടുക്കാനായിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനെ പറ്റിയുള്ള വിഷയങ്ങളാണ് അല്ലെങ്കിൽ വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തിയെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇതൊന്നും അറിയാത്ത ആൾക്കാരുണ്ട്, അപ്പോൾ അവരിലേക്ക് വിവരങ്ങൾ എത്തിക്കുവാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ റാഗിപ്പൊടി മേടിക്കാൻ പോകുക, അല്ലെങ്കിൽ അതിന് മുമ്പായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ ഉള്ളത് ഞങ്ങളെയും കൂടി എഴുതി അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് റേഷൻ കടകൾ വഴി ഇനി റാഗിപ്പൊടിയും നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. റേഷൻ കടകൾ വഴി റാഗി വിതരണം പരിഗണനയിലാണെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഓണം കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ ഇതിന് തുടക്കം കുറിക്കാനാണ് ആലോചിക്കുന്നതെന്നും ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുന്നു. മുൻഗണനാ വിഭാഗത്തിന് അരിയും ഗോതമ്പും കിലോയ്ക്ക് 2 രൂപ നിരക്കിലാണ് നൽകുന്നത്. APL കാർഡുകാർക്ക് നൽകിയിരുന്ന ഗോതമ്പിൻ്റെ വിഹിതം നിർത്തലാക്കിയിരിക്കുകയാണ്. ഗോതമ്പ് ക്ഷാമമാണ് കാരണമായി പറയുന്നത്. അരിയുടെ ലഭ്യതയിലും 2 ലക്ഷം ടണ്ണിൻ്റെ കുറവ് വന്നു. അരിയും ഗോതമ്പും ആവശ്യത്തിന് നൽകാൻ കഴിയുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് റാഗി നൽകിക്കൂടാ എന്ന ചിന്ത കഴിഞ്ഞ തവണ കേന്ദ്രമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ പങ്കുവച്ചിരുന്നു. കർണാടകയിൽ റാഗിയുടെ കമ്പോള വില കിലോയ്ക്ക് 36 രൂപയാണ്. ആ വിലയ്ക്ക് നമുക്ക് എടുക്കുവാൻ കഴിയുകയില്ല. കേരളത്തിന് ഗോതമ്പ് നൽകിയിരുന്ന വിലയ്ക്ക് റാഗി നൽകാൻ കഴിയുമോ എന്നാണ് ആലോചിക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നത്. അതിനനുകൂലമായ നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നത്. അന്തിമ അനുമതി ലഭിക്കുമെന്നാണ് ഇതുവരെയുള്ള സംസ്ഥാനത്തിൻ്റെ പ്രതീക്ഷ. സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും ഓരോ റേഷൻ കടകളിലെങ്കിലും പൊടിച്ച റാഗി പരീക്ഷണാടിസ്ഥാനത്തിൽ വിതരണം ചെയ്യാനാണ് നീക്കം. കർണാടകയിൽ നിന്നാണ് കൂടുതൽ റാഗി സംഭരിക്കുക എന്ന് ഇതോടൊപ്പം തന്നെ മന്ത്രിസഭ അല്ലെങ്കിൽ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര നാൾ കണ്ട പോലെയല്ല, ഇനി നമ്മൾ റേഷൻ കടകൾ വഴി ഇനി നമുക്ക് റാഗിപ്പൊടി ലഭിക്കുവാനുള്ള സാധ്യത ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുന്നു. ഒത്തിരി എന്താ പറയുക, പോഷക ഗുണമുള്ള ഒന്നാണ് റാഗിയുടെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ഒത്തിരി ഫൈബർ കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ളത്, പ്രോട്ടീൻസ് കൂടുതലുള്ളതുമായിട്ടുള്ള നല്ല അരിയേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണമാണ് റാഗി എന്ന് പറയുന്നത്. പൊതുവേ ചെറിയ കുട്ടികൾക്കൊക്കെയാണ് പൊതുവെ റാഗിപ്പൊടി കൊടുക്കാറ്. പക്ഷേ ഏത് പ്രായക്കാർക്കും, കൗമാരക്കാർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും വൃദ്ധർക്കാണെങ്കിലും ആർക്കാണെങ്കിലും അവരുടെ ശരീരത്തിന് ആവശ്യമായിട്ട് എല്ലാ രീതിയിലുള്ള പോഷകാംശങ്ങളും ഉള്ള ഒരു ഭക്ഷണമാണ് റാഗി എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഈ റാഗി നമ്മുടെ റേഷൻ കടകൾ വഴി ലഭിക്കുക അല്ലെങ്കിൽ അത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു കാര്യം അല്ലെങ്കിൽ നല്ലൊരു കാര്യം തന്നെ. ഡയറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും നല്ല ഓട്സ് കഴിക്കുന്ന ആളുകളുണ്ടാവും. ഇവർക്കെല്ലാവർക്കും അല്ലെങ്കിൽ പ്രഷർ കൂടുതലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഷുഗർ കൂടുതലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇവർക്ക് ഏത് സമപ്രായക്കാർക്കും അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള അസുഖങ്ങൾ ഉള്ള ആളുകൾക്കും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ റാഗിപ്പൊടി എന്ന് പറയുന്നത്. കാരണം ഇതിനൊന്നും വേറെ സൈഡ് എഫക്റ്റിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള അസുഖങ്ങൾ വരും അല്ലെങ്കിൽ അത് കൂടും എന്നുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു പൊടിയാണ് റാഗിപ്പൊടി അല്ലെങ്കിൽ റാഗി എന്ന് പറയുന്നത് ധാന്യം. അപ്പോൾ അത് നമ്മുടെ റേഷൻ കടകൾ വഴി ലഭിക്കുവാനുള്ള സാധ്യതയാണ് ഇനി പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് ഞങ്ങളെയും കൂടി എഴുതി അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും റേഷൻ കടകളിൽ റാഗിപ്പൊടി കൊടുത്തു തുടങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ മേടിച്ചതിൻ്റെ ഗുണനിലവാരം എങ്ങനെയാണ്, ഏത് രീതിയിലുള്ള പാക്കറ്റുകളിലായിട്ടാണ് നിങ്ങൾക്ക് ലഭിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മേടിച്ചതിന് ശേഷം അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ കേട്ടതിന് ശേഷം ഞങ്ങളെയും കൂടി എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടനും കൂടി അമർത്തിയെങ്കിൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി അറിയിക്കുക. എങ്കിൽ മറ്റൊരു വീഡിയോയിൽ കാണാം. ബായ്.